ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 8-ാം ഞായർ. നമ്മൾ ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങൾ പഠിച്ച് മുന്നേറുക. ഇന്ന് ക്രൈസ്തവ വ്യക്തിത്വം, ഒരു ക്രിസ്തു ശിഷ്യൻ്റെ വ്യക്തിത്വം എങ്ങനെയാകണം, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ഇന്നത്തെ വായനകൾ വെളിപ്പെടുത്തുകയാണ്. 7 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തട്ടെ. ഒന്നാമത്തേത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കേണ്ടത് നന്മയും അനുഗ്രഹവുമാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ വാക്കുകൾ പുറപ്പെടുക. നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതം ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയത്തിൽ എന്ത് നിറഞ്ഞിരിക്കുന്നോ അതാണ്, പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ വെളിപ്പെടുത്തുക. നമ്മുടെ ഉള്ളിൽ ദൈവം നിറഞ്ഞിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം അത് നമ്മിൽ നിറഞ്ഞിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവികമായി മാറും. നമ്മുടെ വാക്കുകൾ ദൈവികമായി മാറും. നമ്മുടെ ഹൃദയത്തിൽ നന്മ നിറയട്ടെ. നമ്മുടെ ഹൃദയത്തിൽ വിരോധങ്ങളും വെറുപ്പുകളുമല്ല നിറഞ്ഞിരിക്കേണ്ടത്. അതെല്ലാം തള്ളിക്കളയുക. നമ്മിലെ ആസക്തിയുടെ ചിന്തകളും ഒക്കെ കടന്നു പോകട്ടെ. എന്നിട്ടോ നമ്മിൽ നിറയട്ടെ, നന്മ നിറയട്ടെ, കൃപ നിറയട്ടെ. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയം എങ്ങനെയോ അങ്ങനെയായിരിക്കും നാം ഓരോരുത്തരും, പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തേത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനെ ദൈവവചനം കൊണ്ട് നിറയ്ക്കുക. ദൈവവചനം, ഈശോ ദൈവവചനത്തിൻ്റെ അവതാരമാണ്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കേണ്ടത് ഈശോ തന്നെയാണ്. ഈശോ നമ്മിൽ നിറഞ്ഞിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മുടെ ചിന്തകളും ചിന്താഗതികളും ബോധ്യങ്ങളും എല്ലാം, നമ്മുടെ ഭാവനകളും നമ്മുടെ ഓർമ്മകളും ചിന്തകളും എല്ലാം ഈശോയുടെ ചിന്തകളാകും. ഈശോ തന്നെയാവും നമ്മുടെ മനസ്സിനെ പ്രത്യേകമായിട്ട് നിയന്ത്രിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ നിറയേണ്ടത് ദൈവത്തിൻ്റെ വചനം, സാത്താൻ്റെ വചനമാകരുത്, ലോകത്തിൻ്റെ വചനമാകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കേണ്ട ആ വചനം ദൈവത്തിൻ്റെ വചനമാകട്ടെ. അത് നമ്മളെ നയിക്കട്ടെ, നമ്മളെ നിയന്ത്രിക്കട്ടെ. നമ്മൾ മൂന്നാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോട്ടമാണ്. നമ്മുടെ കണ്ണിൽ നിറഞ്ഞിരിക്കേണ്ടത് ഈശോയുടെ പ്രകാശമാണ്. ദൈവം കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റണം. നമ്മൾ അന്ധരായിരിക്കരുത്. അന്ധനെ നയിച്ചാൽ കുഴിയിൽ വീഴും എന്ന കർത്താവ് സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ. നമ്മൾ അന്ധരായിരിക്കരുത്. അന്ധരാകാതിരിക്കാൻ കർത്താവിൻ്റെ പ്രകാശത്താൽ നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കപ്പെടണം. കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി നാം നമ്മെ കണ്ടെത്തണം. കർത്താവിൻ്റെ കണ്ണോടെ നാം എല്ലാവരെയും നോക്കി കാണണം. ആ കർത്താവിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് ചരിക്കണം. ആ രീതിയിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോട്ടം എങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും നമ്മുടെ അനുഭവം. നമ്മൾ മറ്റുള്ളവരെല്ലാം ശത്രുക്കളായി നമ്മൾ കണ്ടാൽ മറ്റുള്ളവരെല്ലാം ശത്രുക്കളായി നമ്മളോട് പെരുമാറുന്ന പോലെ നമുക്ക് തോന്നാം. ഈ ലോകം ഒരു നരകമാണ് എന്ന രീതിയിൽ ചിന്തിക്കാൻ പോയാൽ നമ്മൾ ഈ ലോകത്തിൽ നരകത്തിൽ ജീവിക്കുന്നത് പോലെ ആകും. നമ്മൾ എങ്ങനെ നോക്കുന്നോ, എങ്ങനെ കാണുന്നോ, അതനുസരിച്ചാണ് നമ്മുടെ ജീവിതം. ഈശോ കാണുന്ന പോലെ നമുക്ക് കാണാൻ ശ്രദ്ധിക്കാം. ദൈവം കാണുന്ന പോലെ കാണാൻ നമുക്ക് ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവ് ഏകുന്ന കർത്താവിൻ്റെ പ്രകാശത്താൽ നിറഞ്ഞ്, പ്രിയപ്പെട്ടവരെ, എല്ലാം കാണാനും എല്ലാത്തിനെയും നോക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും തയ്യാറാകാം. എന്നിട്ട് നാലാമത്തെ കാര്യം, നമ്മുടെ മനസ്സിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധരങ്ങളിൽ നന്മ നിറഞ്ഞിരിക്കട്ടെ, ഭാവാത്മകത നിറഞ്ഞിരിക്കട്ടെ. അധരങ്ങളിലൂടെയാണല്ലോ നമ്മൾ സംസാരിക്കുക. നമ്മൾ പറയുന്ന വാക്കുകൾ, പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതാകരുത്. മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതാകണം, ആശ്വാസമേകുന്നതാകണം. മറ്റുള്ളവരെ അംഗീകരിക്കുന്ന രീതിയിൽ, ആദരിക്കുന്ന രീതിയിൽ, പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, അനുമോദിക്കുന്ന രീതിയിൽ, ഉണർത്തുന്ന രീതിയിൽ, ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ, മുന്നോട്ട് നയിക്കുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കണം. നമ്മുടെ വാക്കുകൾ കൊണ്ട് മനുഷ്യരെ നമുക്ക് കൊല്ലാം. എന്നാൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് തന്നെ, പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് ജീവിപ്പിക്കാം. നമുക്കറിയാമല്ലോ, വചനത്തിൻ്റെ ശക്തി. ഈ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനും ദൈവം പറഞ്ഞ വാക്കുകളാണെന്ന. ദൈവം പറഞ്ഞു, അങ്ങനെയാണ് എല്ലാം ഉണ്ടായത്. മനുഷ്യനോ ദൈവം പ്രത്യേകം പറഞ്ഞ വാക്ക്. അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേക വാക്കിൻ്റെ ഫലമായി ഉരുവായ നാം ഓരോരുത്തരും ആ ദൈവത്തിൻ്റെ വചനത്തെ നിവർത്തിച്ചുകൊണ്ട് ആ വചനത്തിനനുസൃതമായി നമ്മുടെ ജീവിതം ക്രമീകരിക്കുമ്പോൾ, അവിടെയാണ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം ഐശ്വര്യപൂർണ്ണമായി മാറുക.
എന്നിട്ട് പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ കാര്യമുണ്ടല്ലോ, നമുക്ക് നമ്മുടെ സമീപനങ്ങളും നമ്മുടെ മനോഭാവങ്ങളും എപ്പോഴും നന്ദിയാൽ നിറഞ്ഞതാകണം, സന്തോഷത്താൽ നിറഞ്ഞതാകണം. നമ്മൾ അവിടെ മറ്റുള്ളവർക്ക് ദുഃഖം വരുത്തേണ്ടവരല്ല, സന്തോഷം വരുത്തേണ്ടവരാണ്. നമ്മൾ നന്ദിയാൽ നിറയുമ്പോഴുണ്ടല്ലോ എല്ലാം അനുഗ്രഹമായി നമുക്ക് ബോധപ്പെടും. നമ്മൾ വെറും യാചകരായി നിലകൊള്ളേണ്ടവരല്ല, അയ്യോ ഇല്ലായ്മയിൽ ശ്രദ്ധിക്കേണ്ടവരുമല്ല. പിന്നെയോ നമ്മൾ നന്ദി പറയാൻ ശ്രദ്ധിക്കുമ്പോഴോ നമുക്കുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് നന്ദി പറയാനും നമുക്ക് സാധിക്കും. ഇന്നത്തെ സങ്കീർത്തനം പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നന്ദി പറയുന്ന സങ്കീർത്തനമാണ്. എത്രമാത്രം ദൈവം നമ്മളെ കരുതുന്നു, എത്രമാത്രം ദൈവം നമ്മളെ പരിപാലിക്കുന്നു, എത്രമാത്രം ദൈവം നമ്മളെ ഉയർത്തുന്നു എന്നെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് സങ്കീർത്തകൻ ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിന് നന്ദി പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുക. എന്നിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? അടുത്തതായി ആറാമതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പരസ്പരമുള്ള ബന്ധങ്ങളിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ഈശോ പറയാണ്, നിൻ്റെ കണ്ണിൽ വലിയ തടിയിരിക്കെ നിൻ്റെ സഹോദരനോട് നിൻ്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു മാറ്റട്ടെ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് ശരിയാണോ? നിൻ്റെ കണ്ണിലെ തടി എടുത്തു മാറ്റുക, അപ്പോൾ നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ ആ കരട് എടുത്തു കളയാൻ നിനക്ക് കാഴ്ച ഉണ്ടാകും എന്ന് ഈശോ പ്രത്യേകമായിട്ട് പറയുക. നമുക്ക് നമ്മുടെ ബന്ധങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നന്നായിട്ടൊന്ന് ക്രമീകരിക്കാം. മറ്റുള്ളവരെ വിധിക്കുക എന്നതിന് പകരം നമുക്ക് മറ്റുള്ളവരെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് മറ്റുള്ളവരോട് വിരോധിക്കുന്നതിന് പകരം, പ്രതികാരം ചെയ്യാൻ മുതിരുന്നതിന് പകരം അവരോടെല്ലാം ക്ഷമിക്കുവാൻ നമുക്ക് തയ്യാറാകാം. മറ്റുള്ളവരോട് നമുക്ക് അനുകമ്പയാൽ നിറയാം. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരായി നമുക്ക് തീരാം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ ഏഴാമത്തെ കാര്യം എന്താണെന്നറിയാവോ? ഏഴാമത്തെ കാര്യം നമ്മൾ ലക്ഷ്യബോധത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ അതാ പറയുന്നത്, ഈശോയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മരണത്തെപ്പോലും ജയിച്ച് ഉത്തിതനായി ഇന്ന് ജീവിക്കുന്ന ഈശോയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നേറുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് നിത്യതയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. നമുക്ക് അമർത്യതയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. അവിടെ നമുക്കറിയാം, ഇത് നമ്മൾ ഇപ്പോഴ് വിശുദ്ധമായ ജൂബിലി വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ മോട്ടോ ഇതാണല്ലോ, പ്രത്യാശയുടെ തീർത്ഥാടകർ. അങ്ങനെ പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ തയ്യാറാകാം. കർത്താവിനെ ആധാരമാക്കി, കർത്താവിനെ ലക്ഷ്യമാക്കി, കർത്താവിൽ ജീവിക്കുവാൻ, കർത്താവിനെ പോലെ ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. കർത്താവിന് വേണ്ടി സംസാരിക്കാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, കർത്താവിന് വേണ്ടി സ്നേഹിക്കാൻ, കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് സ്നേഹിക്കുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യം ഏവർക്കും അനുഭവമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അങ്ങനെ ആകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ വ്യക്തിത്വം രൂപം കൊള്ളുക. നല്ല ക്രൈസ്തവ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ എന്ന് പറയുക. നമുക്ക് ശ്രദ്ധ വയ്ക്കാം. നമ്മുടെ ഹൃദയത്തെ നന്മ കൊണ്ട് നിറയ്ക്കാം, സ്നേഹം കൊണ്ട് നിറയ്ക്കാം. നമ്മുടെ മനസ്സിനെ ദൈവവചനം കൊണ്ട് നമുക്ക് നിറയ്ക്കാം. നമ്മുടെ കണ്ണുകളെ കർത്താവിൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കാം. നമ്മുടെ അധരങ്ങളെ പ്രിയപ്പെട്ടവരെ നമുക്ക് സർഗാത്മകത കൊണ്ട് നിറയ്ക്കാം. എല്ലാവരെക്കുറിച്ചും നന്മ പറയാൻ നമുക്ക് സാധിക്കട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളെയെല്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും നിറയ്ക്കാൻ, മറ്റുള്ളവരെ വിധിക്കുന്നതിന് പകരം മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആദരിക്കുന്ന, അംഗീകരിക്കുന്ന രീതിയിൽ നമുക്ക് ബന്ധപ്പെടാനായിട്ട് തയ്യാറാകാം. ഏറ്റവും പ്രധാനമായി ഈശോയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാം. ജീവിതത്തിൽ എന്തു വന്നാലും മരണത്തെ പോലും ജയിച്ച് ഉത്തിതനായി ഈശോയോട് ചേർന്ന് എല്ലാത്തിൻ്റെ മേൽ വിജയം നേടി നമുക്ക് ജീവിതത്തിൽ മുന്നേറാം. ദൈവത്തിൻ്റെ കൃപാവരം ഏവർക്കും ഞാൻ ആശംസിക്കുന്നു. ഈ ദിവ്യകൃപാനയിലൂടെ നമ്മിലേക്ക് കടന്നു വരുന്ന കർത്താവ് നമ്മിൽ എന്നും വസിക്കട്ടെ, നമ്മളെ എന്നും നയിക്കട്ടെ, നമ്മെ എന്നും സ്വാധീനിക്കട്ടെ, നമ്മെ എന്നും പരിവർത്തനപ്പെടുത്തട്ടെ. അവിടുന്ന് നമ്മുടെ ജീവിതത്തെ ഒത്തിരി അനുഗ്രഹമാക്കി മാറ്റട്ടെ. ഏവർക്കും അനുഗ്രഹമായി ജീവിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുകയും പ്രാപ്തരാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൈവാനുഗ്രഹം ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.